മിനിസ്റ്റർ, എന്തായാലും വളരെ സന്തോഷം. ആദ്യത്തെ ദിവസം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാ മാധ്യമങ്ങളും വലിയ കവറേജൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ചലനം, കേരളത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് പുറം ലോകത്തെ അറിയിക്കാൻ സാധിച്ചോ ആദ്യത്തെ ദിവസം? അതാണ് ഏറ്റവും പ്രധാനം. അരുൺ ചോദിച്ച ചോദ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്റെ നേട്ടം വേറെ ആളുടെ നല്ലത് കേരളത്തിന്റെ ആകെ നേട്ടമായി മാറിയിരിക്കുന്നു. നമ്മൾ ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. കേരളം കുറെ കൂടി ലോകത്തിന് മുൻപിൽ വിസിബിളായി. നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ എല്ലാം ഇത് കഴിഞ്ഞിട്ടുള്ള 1-to-1 മീറ്റിംഗിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികളായ മീറ്റിംഗിലെല്ലാം അവർ പറയുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം പലതും പുതിയ അറിവുകളായിരുന്നു എന്ന് തന്നെ അവർ സൂചിപ്പിക്കുകയുണ്ടായി. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഒരു പുതിയ കേരളത്തിലേക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ആർക്കും ഇനി മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇന്നലത്തെ ദിവസം കേന്ദ്രത്തിൻ്റെതായിട്ട് വ്യത്യസ്ത പദ്ധതികളിലാണെങ്കിലും ഈ 50,000-ഓളം കോടി രൂപയുടെ റോഡിന്റെ കാര്യത്തിൽ മാത്രമുള്ള നിക്ഷേപം വന്നിട്ടുണ്ട്. കരണദാനിയുടെ 30,000 കോടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം ഇന്നത്തെ ദിവസം ഒട്ടേറെ നിക്ഷേപകർ താല്പര്യം അറിയിച്ചു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ദിവസത്തെ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും യുണീക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികൾ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ പി രാജീവ്? തീർച്ചയായിട്ടും. നമുക്ക് ഇന്നലെ തന്നെ ഇപ്പോൾ ശ്രീ നിതിൻ ഗഡ്കരിയെ ഡൽഹിയിൽ പോയി ഞാൻ കാണുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ അദ്ദേഹം സ്പെയിനിലേക്ക് പോവുകയാണ്. എങ്കിലും എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അവിടെ പ്രഖ്യാപിക്കാം. പുള്ളി പറഞ്ഞൊരു പ്രയോഗം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ലീസ്റ്റ് കറപ്റ്റഡ് സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം നേരിട്ട് പറഞ്ഞൊരു കാര്യമെന്നുള്ളത്. ഈ റോഡിന്റെ മാത്രമല്ല വേറൊരു പ്രപ്പോസൽ കൂടി അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതായത് ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് വേണമെങ്കിൽ ലോജിസ്റ്റിക് പാർക്കുകൾ വികസിപ്പിക്കാം. അപ്പോൾ അത് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് സ്ട്രക്ചേർഡ് ആയ ഡിസ്കഷനിലേക്ക് വരാം. പിന്നെ ഉപയോഗശൂന്യമായി മാറുന്ന റോഡുകളുണ്ട്. ഇപ്പോൾ റോഡ് വികസിപ്പിക്കുന്നു. ആ പഴയ റോഡ് പലയിടത്തും വെറുതെ കിടക്കുന്നുണ്ടാകും, പ്രത്യേക ഉപയോഗമൊന്നുമില്ലാതെ. അത്തരം സ്ഥലങ്ങൾ എങ്ങനെ റെസ്റ്റോറന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒക്കെ ഒരു കേന്ദ്രമാക്കി നമുക്ക് കേരള രുചികളുടെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരാശയം ഞങ്ങൾ അതിലും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പിന്നെ മുഖ്യമന്ത്രി 1-to-1 മീറ്റിംഗ് നിരവധി നടത്തിയിട്ടുണ്ട്. വളരെ കോൺക്രീറ്റായ കുറെ പ്രപ്പോസലുകളുണ്ട്. അത് ഇന്ന് വാലിഡേറ്ററി ഫംഗ്ഷനിൽ ഒരു 500 കോടിക്ക് മുകളിലുള്ള എന്റെ EOE കുറെ ഇന്നലെ CM-ആയിട്ട് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ചിലർ ഇന്നലെ തന്നെ പോകേണ്ടവരുണ്ട്. പല വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് 2 ദിവസം ഇവിടെ തന്നെ ചെലവഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ കുറെ ആളുകൾ അത്തരം കൈമാറ്റങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ എല്ലാം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് അതെല്ലാം കയറി കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി ഒരു 3 മണിക്കുള്ള അകത്തായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ചിത്രം നമ്മൾ പറയുന്നത്. അതായത് എത്ര കോടിയുടെ നിക്ഷേപം എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ 2 ദിവസത്തെ നിക്ഷേപം അല്ലെങ്കിൽ പോലും ഒരു കണക്ക് നമുക്കറിയാൻ സാധിക്കുമല്ലേ? അതെ അതെ, നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപമായിരിക്കും വരിക. ഈ റോഡിന്റെ കൂടാതെ തന്നെ നമുക്ക് നല്ല നിക്ഷേപത്തിന്റേതായ ഒരു നിലയുണ്ടാകും. ഒരൊറ്റ കാര്യം കൂടി ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് സമയമായിട്ടുണ്ട്. ഈ 2 ദിവസത്തെ ഈ ഡെലിബറേഷൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആദ്യത്തെ ദിവസത്തെ ചർച്ചകൾ നടന്നപ്പോൾ നമുക്കിനി മാറ്റേണ്ടതായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ ശ്രീ പി രാജീവ്? അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ സംരംഭക സമൂഹം ഇപ്പൊ പീയൂഷ് ഗോയൽ പോയപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളൊന്ന് ഡൽഹിയിലേക്ക് ഒരു ദിവസം എനിക്ക് വേണ്ടി വരണം, എല്ലാ വ്യവസായ വകുപ്പ് മന്ത്രിമാരെയും വിളിക്കാം, നിങ്ങളുടെ റിഫോംസിനെ കുറിച്ച് അവരെ ഒരു നിലപാട് സ്വീകരിക്കണം, അവരോടൊന്ന് വിശദീകരിക്കണം, ഒരു പ്രസന്റേഷൻ നടത്തണം എന്ന് ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം പോയത്. കാരണം അത്രയും മാറ്റങ്ങൾ നമ്മൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ മസൂരിയിൽ ഇപ്പൊ നടക്കുന്ന ട്രെയിനിങ്ങിലേക്ക്, IAS ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ഹരികിഷോറിനെ വിളിച്ചിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൂടെ എങ്ങനെ കേരളം ഇത്രമാത്രം മുന്നേറ്റം കൈവരിച്ചു, ഇതാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും സാധ്യമാകുന്ന ജെനുവിനായ പ്രശ്നങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഭൂമിയെ സംബന്ധിച്ചുള്ള റവന്യൂവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലും ഇപ്പൊ 15 ഏക്കറിൽ കൂടുതൽ ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ എക്സംഷന് വേണ്ടിയുള്ള സങ്കീർണത മാറ്റാൻ ഒരു മന്ത്രിതല കമ്മിറ്റി തന്നെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ യോഗങ്ങളിലൂടെ വരുന്നതെല്ലാം ഞങ്ങൾ മിനിസ് ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ വരുമ്പോൾ ഏതെങ്കിലും കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഇരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏതെല്ലാം വകുപ്പാണോ അതിൽ സാധ്യമാകുന്ന മാറ്റങ്ങൾ ഇനി വേണമെങ്കിൽ ആ സാധ്യമാകുന്ന മാറ്റങ്ങൾ നടത്തും. ഒരു തരത്തിലുള്ള തടസ്സവും നിക്ഷേപത്തിന് കേരളത്തിൽ ഉണ്ടാകില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു, അവരുടെ പിന്തുണ അറിയിച്ചു. അതും വളരെ പ്രോത്സാഹനജനകമായ കാര്യമാണ്. നേരത്തെ ആരും ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ മാധ്യമങ്ങളും
വളരെ അത്യപൂർവമായിട്ട് എന്തെങ്കിലും എല്ലാ മാധ്യമങ്ങളും നമ്മുടെ നാടിനും ഭാവി തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ് എന്ന നിലയിൽ തന്നെ വളരെ പോസിറ്റീവായി വന്നു എന്നുള്ളതും ഏറെ സന്തോഷം. താങ്ക് യു ശ്രീ പി രാജീവ്. എനിക്കറിയാം അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം, അങ്ങേ സ്വന്തമാക്കുകയാണ്. നമുക്ക് ഇതിന് ശേഷം പിന്നീട് വിശദമായിട്ടിരിക്കാം. താങ്ക് യു ശ്രീ പി രാജീവ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രഞ്ജി ട്രോഫിയിൽ ആ ക്രിക്കറ്റ് ബോൾ ഉയർന്നതുപോലെ നിസാറിന്റെ ഹെൽമെറ്റിൽ തട്ടി ഒരു ക്രിക്കറ്റ് ബോൾ ഉയർന്ന അന്തരീക്ഷത്തിൽ നിന്നതുപോലെ ഒരു പന്ത് ഇങ്ങനെ മുകളിൽ ഇപ്പോണ്ട്. അത് കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്ന പന്താണ്. അത് നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കണം. സംഘബലത്തോടുകൂടി പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, കേന്ദ്ര സംസ്ഥാന ഭേദമന്യേ നമുക്ക് ആ പന്ത് ഉയർന്നു പിടിച്ചാൽ നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കേരളത്തിലൂടെ ഇന്ത്യയും, ഇന്ത്യയിലൂടെ കേരളവും അങ്ങനെ ലോകത്തിന്റെ നെറുകയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.